സ്മാർട്ട് ബോയ്സ്. യെസ്. അല്ല എന്താ വേണ്ട നിയാസേ? എന്താണ് എന്നും അവിടുന്നല്ലേ എടുക്കുന്നത്? ഇപ്പൊ ഞങ്ങള് ഇപ്പൊ അജയൻ വന്നപ്പോ തന്നെ കാര്യം മനസ്സിലാക്കണല്ലോ. മനസ്സിലായി, മൈമായിട്ട് വന്നിരിക്കുക. അതെ, ചെറിയൊരു സംഭവം പ്ലാൻ ആയിട്ടുണ്ട്. ആണല്ലേ? ഓക്കെ. ഇനി അധികം സമയം കളയണ്ട, ചെയ്തു ഞങ്ങള്. കൊതുവും ഉറുമ്പും. ഓക്കെ. അവർ ഈ രണ്ടുപേരാണ്, രണ്ട് കഥാപാത്രങ്ങളാണ്. ഒരു കഥാപാത്രത്തെ ഈ ഉപദ്രവ ജീവികൾ ഒന്നും ചെയ്യുന്നില്ല. അദ്ദേഹത്തിന് ബ്ലഡ് വേണ്ട, നല്ല ബ്ലഡാണ്. പക്ഷേ ഒരു കഥാപാത്രത്തിന്റെ ബ്ലഡ് അത്യാവശ്യമായിട്ട് അവർക്ക് വേണം. അതാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം, ഏറ്റവും ടേസ്റ്റ് ഉള്ള ബ്ലഡും. ഒരു കസേര ഇങ്ങോട്ട് സ്റ്റേജിലേക്ക് വെക്കുകയാണ്. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. Yo, my people, I don't know. The song I'm playing's gonna let you go. Cause just the inspirational, the voice so real, the voice of Smith, the rock and feel. Lose yourself, roll and flow, feel the rhythm and the volume blow. Smith goes out, the years will face to the sweetest voice from the waist up.
അജയൻ തഴി യെസ്. നിയാസ് കരുനാപ്പള്ളി ആ കൊള്ളാം. ഒന്നും അയ്യോ. മിണ്ടിയില്ലെങ്കിലും നിങ്ങൾ നന്നായിട്ട് ചെയ്തു. എനിക്ക് തോന്നുന്നു നിങ്ങൾ മിണ്ടാത്ത ഒന്നും മിണ്ടണേക്കാൾ നല്ലത്. അജയന് വേറൊരു പേര് നമ്മള് മൈമേട്ടൻ. മൈമേട്ടൻ മൈമ ചെയ്തപ്പോ ആ കൊതുക് വരുമ്പോഴുള്ള ഈ അജയന്റെ എക്സ്പ്രഷൻ, കണ്ണുകളുടെ ചലനം, അതൊക്കെ നല്ല നല്ല സംഭവമായിരുന്നു. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, അപ്പോ വീണ്ടും വീണ്ടും നമുക്ക് ഒരുപാട് മൈമുകളും അപ്പൊ വേറെ കാര്യം പറയാം. ഇപ്പൊ ബ്ലഡ് ആരുടെ ഏറ്റവും കൂടുതൽ ഈ ഉപദ്രവിക്കുന്ന ജീവികൾക്ക് ഇഷ്ടമെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. മനസ്സിലായി. ആ അതിന്റെ എല്ലാ പ്രശംസയും ഏറ്റുമായിക്കൊണ്ട് ഞങ്ങൾ വിട പറയുന്നു. ഓക്കെ ഓക്കെ, വീണ്ടും കാണാം. ഓക്കെ, ബൈ. ഓക്കെ. പാരമ്പര്യമായിട്ട് കിട്ടിയ സ്വത്ത് അത് ഭയങ്കര വിലപിടിപ്പുള്ളതാണെങ്കിലും അല്ലെങ്കിലും നമുക്ക് തലമുറകളായിട്ട് കിട്ടുന്ന സ്വത്ത് നമ്മളെല്ലാവരും എങ്ങനെയെങ്കിലും അത് നമ്മൾ കാത്തു സൂക്ഷിക്കും, അല്ലേ? എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ എത്ര ബുദ്ധിമുട്ട് വന്നാലും അത് നമ്മളിൽ നിന്ന് കൈവിട്ട് പോവാൻ